വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. അപ്പോ ചേട്ടനിപ്പം വീട്ടിലേക്ക് വരുന്നില്ലേ? അല്ല, ഞാൻ ജോർജ് സാറിന്റെ വീട്ടിലേക്ക് പോയിട്ട് വരുള്ളൂ. മരം വെട്ടുന്ന ആള് വരുന്നുണ്ടെങ്കിൽ അയാളൊന്ന് മരം വെട്ടിട്ട് പോകില്ലേ? അതിന് ചേട്ടൻ എന്തിനാ അങ്ങോട്ട് ചെല്ലുന്നേ? അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം, ചേട്ടൻ അങ്ങേരുടെ ഡ്രൈവറാണോ അതോ വീട്ടുവേലക്കാരനാണോ? അങ്ങനെയൊന്നും നീ ചിന്തിച്ചു കൂട്ടണ്ട. വണ്ടി വല്ലപ്പോഴേ ഓടാറുള്ളൂ. അതിപ്പോ വർക്ക്ഷോപ്പിലുമാണ്. എന്നിട്ട് അങ്ങേരെ എനിക്കിപ്പോ ശമ്പളം തരുന്നില്ലേ? എന്നും ഓടിക്കൊണ്ടിരുന്ന വണ്ടി കേടായി വർക്ക്ഷോപ്പിലായി കഴിഞ്ഞാലേ ചേട്ടൻ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ആ സാറ് ശമ്പളം തരാൻ ബാധ്യസ്ഥനാ. കാശും പത്രാസും ഒക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ചേട്ടൻ ഒരാളൊഴിച്ച് വേറെ ആരെങ്കിലും അങ്ങനെ പറ്റി ഒരു നല്ലത് പറയുന്നുണ്ടോ? അല്ലെ തന്നെ ആളുകൾ എന്തൊക്കെയാ പറയുന്നേ? വായെടുത്ത് അങ്ങേര് മറ്റുള്ളവരുടെ കുറ്റം മാത്രമേ പറയത്തുള്ളൂ. അങ്ങേര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നമ്മൾ ഓർക്കേണ്ടത് കുറച്ചു നാളായിട്ട് അങ്ങേരുടെ ശമ്പളമാ ഞാൻ വാങ്ങിക്കുന്നത്. അതുകൊണ്ടുള്ള ഭക്ഷണമാ നമ്മൾ കഴിക്കുന്നത്. അതെനിക്ക് മറക്കാൻ പറ്റുമോ? ചേട്ടാ, എന്ന് കരുതി അവിടെ പോയി കാവല് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? വണ്ടി ശരിയാക്കി വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവരട്ടെ, അതുവരെ വീട്ടിൽ നിന്നാ പോരെ? സംഗതിയൊക്കെ ശരിയാ, പക്ഷെ എന്തെങ്കിലും ജോലി എടുക്കാതെ ശമ്പളം വാങ്ങിക്കാൻ എനിക്ക് വയ്യ. ചേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങേരുടെ വണ്ടി ശരിയാവുന്നത് വരെ നമുക്ക് വേറെന്തെങ്കിലും പണി നോക്കാന്നേ. അല്ലാതെ വീട്ടുജോലി ചെയ്തിട്ട് ഡ്രൈവറുടെ ശമ്പളം വാങ്ങിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മാത്രമല്ല, അടുത്ത ശമ്പളം തരാതെ എന്തെങ്കിലും തന്നിട്ട് വണ്ടി ഓടാത്തോണ്ട് ഈ മാസത്തെ ശമ്പളം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ നാണക്കേടല്ലേ അത്? ഓ, അത്രയൊന്നും ഞാൻ ആലോചിച്ചില്ല. ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളോട് അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇടപഴകാൻ പാടുള്ളൂ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ല, ഇതെന്താ രണ്ടാളും കൂടി വഴിയിൽ നിന്നൊരു സീരിയസ് ഡിസ്കഷൻ? അല്ല, ചേട്ടനൊന്ന് ജോലിക്ക് പോയില്ലേ? ഏയ് ഇല്ല, സാറിന്റെ വണ്ടി വർക്ക്ഷോപ്പിലാണേ. ഓ, ജോസഫ് ജോലിക്ക് പോവാണോ? അതെ. എന്റെ പീറ്ററേട്ടാ, ചേട്ടൻ അയാളെ എങ്ങനെ സഹിക്കണം? ആരെയാ? നിങ്ങളുടെ മുതലാളി ആ ജോർജ്. വല്ലാത്ത പാടാണ് അങ്ങേരെ സഹിക്കാനായിട്ട്. ഓ, ഇന്നലെ അബദ്ധത്തിൽ ഞാൻ അങ്ങേരെ മുമ്പിൽ ചെന്ന് ചാടി. എന്നെ ഉപദേശിച്ച് നശിപ്പിച്ചു കളഞ്ഞങ്ങേര്. ഞാൻ കഴിഞ്ഞ 10-25 വർഷമായിട്ടേ അനുപമ ഇലക്ട്രിക്കൽ ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യണ കാര്യം നമ്മുടെ നാട്ടില് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അല്ലേന്നേ? പുള്ളി പറയണതേ, ഞാനൊരു സെയിൽസ്മാനായിട്ട് ജോലി ചെയ്ത് ജീവിതം വേസ്റ്റാക്കി കളയായിരുന്നു. നല്ല രീതിയിൽ ഞാൻ വിദ്യാഭ്യാസം നേടിയിരുന്നെങ്കിലേ ഏതെങ്കിലും സർക്കാർ ജോലി കിട്ടിയിരുന്നേനെന്ന് എന്നൊക്കെ പറഞ്ഞ് ആകെ മനുഷ്യനെ പ്രാന്താക്കി കളഞ്ഞു. ആകെ കൂടി പുള്ളിയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേ എന്റെ പൊന്നോ, എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഓ, ഇത്രയും നാള് ജീവിച്ചു തീർത്തത് ശരിയായ രീതിയിലല്ലേ എന്നൊക്കെ ഒരു തോന്നൽ. ഇനി അങ്ങേരുടെ മുന്നിൽ ചെന്ന് ചാടല്ലേ എന്നാണ് ഇപ്പൊ എന്റെ മനസ്സിൽ. ഞാൻ ഈ വിൻസെന്റിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ഇവനായിട്ടൊന്ന് ആ ബ്ലോക്ക് ഓഫീസ് വരെ ഒന്ന് പോണേ. പീറ്ററേട്ടാ, ചേച്ചി ഉണ്ടല്ല, നീ എന്താ ഇങ്ങോട്ട് പോകുന്നത്? ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങി. എന്നാ പിന്നെ നിന്റെ വീട്ടിലേക്ക് വരാന്ന് വിചാരിച്ചു. എന്നാ വന്നാ. അല്ല, വിൻസെന്റിന്റെ വണ്ടിന്റെ? ഓ, അതാ ലാലിച്ചും കൊണ്ടുപോയേക്കാ. ഓ, പോകുന്ന വഴി അവന്റെ വീട്ടിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. എങ്കി ശരി ചേട്ടാ, പോട്ടെ ചേച്ചി. പോടാ. എന്നാ ചെല്ലട്ടെ പീറ്ററേട്ടാ. പിന്നെ അങ്ങേരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇങ്ങനെ മാനസികമായിട്ട് മനുഷ്യരെ കൊല്ലല്ലേന്നും. അല്ല, നീ ആരെ ഉപദേശിക്കുന്ന കാര്യ പീറ്ററിനോട് പറഞ്ഞത്? അല്ലെന്ന്, ആ പീറ്ററിന്റെ മുതലാളിയില്ലേ ജോർജി, അങ്ങേരുടെ കാര്യമാണ്. അല്ല, അങ്ങേര് നിന്നെ ഉപദേശിച്ചോ? അപ്പൊ നീയും അങ്ങേരുടെ മുമ്പിൽ പെട്ടിട്ടുണ്ടല്ലേ? പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല,
അങ്ങേർക്ക് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ഒരു പരിധി വിട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ നിന്നിട്ടില്ല. അപ്പൊ അങ്ങേരെ വഴിക്ക് പോവും. അല്ലാതെ പുള്ളി പറയുന്നത് മുഴുവൻ വേദവാക്യമാണെന്ന് പറഞ്ഞ് കേട്ടോണ്ട് നിന്നാലേ അങ്ങേര് സംസാരിച്ച് നമ്മളെ വശക്കേടാക്കി കളയും. അത് തന്നെയാണ് എനിക്കും പറ്റിയിട്ടുള്ളത്. പോരാത്തതിന് ചില സമയത്ത് അങ്ങേര് പറയണ കേട്ടാലേ നമുക്ക് മറുപടി പറയാൻ കിട്ടൂല. ഇനി അടുത്താണ് കേട്ടെ, എന്റെ അടുത്ത് നടക്കൂല അങ്ങേരുടെ ഒരു ഉപദേശം. എടാ, നിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ട ആദ്യത്തെ ആള് നീ തന്നെയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. നല്ലതും ചീത്തയുമായിട്ടുള്ള മറ്റുള്ള ആളുകളുടെ ഇടപെടലുകൾ വിലയിരുത്തി സ്വീകരിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. നീ ഇത്രയും കഠിനമായിട്ടുള്ള റൂട്ടിൽ പറഞ്ഞ എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എടാ, നീ കൂടുതൽ തലപോയ്ക്കേണ്ട. ഉപദേശമായാലും ഉപദ്രവമായാലും തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും കഴിഞ്ഞാൽ ഇത്തരക്കാരെ അകറ്റി മാറ്റി നിർത്താൻ കഴിയും. ഓ, നീ വാ. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിന്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക. സുഭാഷിതങ്ങൾ 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. എന്താടാ പീറ്ററെ, ആ മരം വെട്ടുകാരൻ ആൻ്റെപ്പന്ന് വരുമോ? അയ്യോ, അവൻ വന്നില്ലേ? ഞാൻ വിചാരിച്ചു അവൻ രാവിലെ തന്നെ എത്തുമായിരിക്കും. ഞാൻ അവനോട് ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു. എങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടാവാനാ? ചെയ്യുന്ന തൊഴിലതല്ലേ, മരം വെട്ട്. അപ്പൊ അത്രയ്ക്ക് പ്രതീക്ഷിച്ചാ മതി. അല്ല, നിനക്കെന്താ ഒരു ക്ഷീണം? ഏയ്, അങ്ങനെയൊന്നുമില്ല സാറേ. അങ്ങനെയൊന്നും ഇല്ലെന്നോ? എന്താ, എന്റെ കണ്ണിലെന്താ പൊട്ടുണ്ടോ? എന്താ സാറേ? അല്ല, നിന്റെ ആ പ്രസരിപ്പൊക്കെ അങ്ങ് പോയിട്ടേ വല്ലാണ്ടായി. ഇന്നലത്തെ ആളല്ല നീ ഇന്ന്. നീ എന്നെ നോക്കി, ഇപ്പോഴും അങ്ങനെ ഒരു അവശത തോന്നുന്നുണ്ടോ? അല്ല, നീ പറയ്, തോന്നുന്നുണ്ടോന്ന്. അതില്ല. പിന്നെ വേറെന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? സാറിനെ കണ്ട ഒരു കുഴപ്പം തോന്നണില്ല. നല്ല ചെറുപ്പക്കാരന്റെ മട്ട. അതാണ്. എടാ, നമ്മുടെ ജീവിതത്തില് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പ്രധാനമായത് എന്താണെന്ന് അറിയാമോ? ശരീരം. ഫുൾ ടൈം നമ്മൾ ഹാപ്പി ആയിരിക്കണം. എന്നെ പോലെ. സാറിനെ പോലെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ എന്നെ പോലുള്ളവർക്ക് പറ്റുമോ സാറേ? മക്കള് 3, അതും പെൺകുട്ടികളാണെങ്കിൽ പിന്നെ പറയാനുണ്ടോ? ഒന്നിന്റെ കല്യാണം നടത്തിയത് എങ്ങനെയാണെന്ന് ഓർക്കുമ്പോ ഒന്ന് ചിരിക്കാൻ പോയിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റുന്നില്ല എന്നല്ല നീ പറഞ്ഞു വരുന്നത്. അതെ സാർ. പക്ഷേ നിനക്ക് പുഞ്ചിരിക്കാമായിരുന്നു. പിന്നെ പറ്റാതെ പോയത് അത് നിന്റെ കുറ്റമല്ല, നിന്റെ അപ്പന്റെ കുറ്റമാണെന്ന് ഞാൻ പറയും. അപ്പനെന്ത് ചെയ്തു എന്നാ സാറ് പറയുന്നേ? എടാ, എന്റെ അപ്പനെ പോലെ തന്നെ നിന്റെ അപ്പനും കുറച്ച് സമ്പാദിച്ചിരുന്നെങ്കിലേ നിനക്ക് 3 അല്ല 30 പെമ്മക്കളെ പുഷ്പം പോലെ കെട്ടിച്ചൂടായിരുന്നു. അതെങ്ങനെയാ സാറേ? അപ്പന്റെ അപ്പനെ വളരെ കഷ്ടപ്പെട്ടിട്ടാ വളർത്തിയിരുന്നെന്നാ പറഞ്ഞു കേട്ടേക്കണേ. എന്നെ എന്റെ ചേട്ടനെയും അനിയത്തിമാരെയും ഉൾപ്പെടെ 4 മക്കളെയും പട്ടിണിക്കിടാതെ വളർത്തിയെടുത്തില്ലേ. അത് വലിയ വിദ്യാഭ്യാസം തരാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യത്തിന് പഠിപ്പിക്കാനും പറ്റിയല്ലോ. ഓ, എന്ത് വിദ്യാഭ്യാസം! നിന്റെ ചേട്ടൻ അന്തോണി പഴയ പ്രീ ഡിഗ്രി അല്ലേ? അതെ, ഞാനും പെങ്ങന്മാരും 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാ ജയിച്ചത്. എന്നിട്ട് എന്തു പറ്റി? നീ വർക്ക്ഷോപ്പിലും പോയി പെങ്ങന്മാരെ 2-നും 3-4-5 വർഷം കഴിഞ്ഞപ്പോ കെട്ടിച്ചും വിട്ടു. അപ്പന് അന്ന് അത്രേ കഴിഞ്ഞിരുന്നുള്ളൂ. അതൊക്കെ ഞങ്ങളുടെ അപ്പൻ. ഞങ്ങള് 3 ആമക്കൾക്ക് വേണ്ടിയും സമ്പാദിച്ചു, ആവശ്യത്തിലധികം സമ്പാദിച്ചു. അത് ഞങ്ങള് മക്കൾക്ക് വീതിച്ചു തരികയും ചെയ്തു. ആവശ്യത്തിന് വിദ്യാഭ്യാസവും തന്നു. നിന്നെ നിന്റെ ചേട്ടനെയും പോലെ
പ്രീ ഡിഗ്രിയും 10ാം ക്ലാസ്സും ഒന്നല്ല. ഞാൻ MA കാരനാ. എന്റെ ചേട്ടന്മാര് ഡബിൾ MA കാരാ. അങ്ങനെ വരുമ്പോ സമൂഹത്തിലൊരു വിലയും നിലയൊക്കെ വരും. അല്ല അത് ഞങ്ങൾക്കില്ലേ? അല്ല നീ തന്നെ പറയും. ഉവ്വ്. ആ ദേ ആന്റെ ഒപ്പം വരുന്നുണ്ടല്ലോ. ഇവനൊക്കെ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പോയി എന്താ ചെയ്യാ? ആ വീടിന്റെ കിഴക്കേ മൂലികക്കുന്ന മാവില്ലേ സാറ് പറഞ്ഞത്? ആ അത് തന്നെ. ആ ഇത് എന്ത് പറ്റിയടാ നിനക്ക്? ആ കുറച്ച് താമസിച്ചു പോയി സാറേ. ഇന്നലെ ഈ പീറ്റർ ഏട്ടൻ വന്ന് പറയുന്നതിന് മുമ്പ് ആ മൈക്കിൾ ഏട്ടന്റെ വീട്ടില് ഒരു പ്ലാവ് വെട്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാലത്ത് അങ്ങോട്ട് പോയി ചെയ്തു കൊടുത്തു. അതാ വൈകിയത്. എടാ അതല്ല ഞാൻ ചോദിച്ചത്. ആ ഞാൻ വിചാരിച്ച് വൈകിയത് എന്താണെന്നാ ചോദിച്ചത്. അല്ല പിന്നെ സാർ എന്താ ചോദിച്ചാവോ? അതെ നിന്റെ ആരോഗ്യത്തെ പറ്റിയാ സാറ് ചോദിച്ചത്. ഓ അതാ. അതൊക്കെ ആര് നോക്കണം? അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ. പോണത് വരെ അങ്ങോട്ട് പോകും. ഏയ് അതുപോരാ. പിന്നെ നിന്റെ ജോലിക്ക് ഒരു ദിവസം ചുരുങ്ങിയത് 3 കോഴിമുട്ടയും 2 ഗ്ലാസ് പാലും കുടിക്കണം. ആ അത് കഴിക്കുന്നതേ മറ്റാഹാരം കൂടാതെയുള്ള കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത്? എന്ത്? അല്ല സാർ സ്ഥിരമായിട്ട് വല്ല കോമഡി ചാനലും കാണാറുണ്ടാ? ചാനലോ കോമഡിയാ? ഞാനാ? എന്താ? അല്ല ഭയങ്കര സൂപ്പർ ഹിറ്റ് കോമഡികളാണ് പറയണതേ. മുട്ടയും പാലുവേ. ഞാനേ സാറ് മാവ് ഏതാണെന്ന് പറഞ്ഞേ? അതെ ആ കിഴക്ക് വശത്ത് നിൽക്കുന്ന. വാ ഞാൻ കാണിച്ചു തരാം. വാ. എടാ ആന്റപ്പ നീ അവിടെ നിന്നേ. നിനക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. ദേ പഠിക്കാൻ പോയിരുന്ന സമയത്തെ മര്യാദയ്ക്ക് പഠിച്ച് ഒരു സർക്കാർ ജോലിയൊക്കെ കിട്ടിയിരുന്നെങ്കിലേ ഈ മരത്തിൽ വലിഞ്ഞു കയറി കഷ്ടപ്പെട്ട് മരം വെട്ടി ജീവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ വിദ്യാഭ്യാസമുള്ള എന്റെ 1 മാസത്തെ സാലറി എത്രയാണെന്ന് നിനക്കറിയോ? നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത നിന്റെ കാര്യോ? അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. അതെ ആ മാവ് വെട്ടാൻ നിന്റെ കൂലി എത്രയാ? ആ കിഴക്കോശത്തിക്കണ വലിയ മാവല്ലേ? അതൊരു 2500 രൂപ സാറേ. ഒരു മാവ് വെട്ടാനോ? ആ എന്തേ സാറിനെ കൊണ്ട് പറ്റൂല്ലേ? ഈ പഠിക്കാനും സർക്കാർ ജോലിയൊക്കെ അന്വേഷിക്കുന്ന സമയത്തേ ഈ മരമ്പട്ടൊക്കെ പഠിച്ചിരുന്നെങ്കിലേ ഈ കാശ് ലാഭിക്കാൻ പാലാർന്നാ. അപ്പൊ സാറ് പറയും ഞാൻ നിക്കണ പോണ. സാറേ അത് വെട്ടാല്ലേ? എന്തെങ്കിലും ചെയ്യ്. സാർ അങ്ങോട്ട് വ്യക്തമായിട്ട് അങ്ങോട്ട് പറയ്. അവസാനം വെട്ടിക്കഴിഞ്ഞിട്ട് ശാശി പറയരുത്. അതാ പറഞ്ഞത്. പോയി വെട്ട്. ശരി സാറേ. പീറ്ററെ അത് വെട്ടി കഴിയുമ്പോഴേ എന്നൊന്ന് വിളിച്ചാരേ. ഞാൻ സഭല ഒന്ന് പോവാണ്. ഓക്കെ. സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേർ പരിഹാസകൻ എന്നാണ്. സുഭാഷിതങ്ങൾ 21-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ. ഓ എന്റെ പൊന്നോ, ഇവിടെ ഒടുക്കത്ത മുഷറാണല്ല. മുഷറെന്ന് പറഞ്ഞ നീര് ഉറുമ്പെന്നൊക്കെ പറയും. ഇത് കടിച്ചാലുള്ള വേദന ഉണ്ടല്ല, അതെല്ലാം ഒന്നാണ്. ഇതാരാണ് ഈ സമയത്ത് വിളിക്കണത്? ഹലോ എടാ സുരേഷേ, നീ ഇത് എവിടെന്നാ വിളിക്കണത്? എടാ ഞാൻ ഈ മരത്തിന്റെ കൊമ്പൊക്കെ ഇറക്കി കഴിഞ്ഞു. ഞാൻ ഈ തടി വെട്ടിയിട്ടാലും ഞാൻ വിഷയം വിളാട്ടിങ്ങനെ വരുവോ? എന്ത് കപ്പേളെ? എടാ നീ ആ കപ്പേള അവിടെ നിന്ന് ഇടത്തോട്ട് നേരെ ഇങ്ങോട്ട് പോരി. അതെ അതെ അതെ, ആ വഴി അവസാനിക്കുന്നതേ ഈ ജോർജ് സാറിന്റെ വീട്ടിലാണ്. ഓ നീ ഇങ്ങോട്ട് പോരി, ഞാനിവിടെ ഉണ്ടെന്ന്. ആ മിഷ്യമാല കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, എന്റെ ഹെൽപ്പറാണ്. അവനെ ആ ഓട്ടോയിൽ വന്നിട്ട് വഴി അറിയാൻ പാടില്ലെന്ന്. എന്നാ ഞാൻ ആ വഴി ചെന്നേക്കാം. എന്നാ ചേട്ടൻ പോയി നോക്കിട്ട് വാ. ശരി. എന്നാ ചെല്ലി. എന്റെ പൊന്നോ, ഇത് ഒടുക്കത്തെ മുഷറാണല്ലേ. ഹലോ. സാറേ ആന്റെ പണി കഴിഞ്ഞോട്ടോ. എന്തു പറ്റിയടാ? എന്തു പറ്റാൻ? എന്റെ സാറേ, ചില്ലിറക്കി മാവ് കെട്ടി താഴെ ഇട്ട് കഴിഞ്ഞോന്ന്. ഓ അങ്ങനെ. ഞാനിപ്പോ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയേ. ശരി സാറേ. ശരി. എടാ ആന്റപ്പ,
നീ കൈയും കാലും മുഖമൊക്കെ കഴിയും ഒന്ന് ഫ്രഷാവ്, അപ്പോഴേക്കും സാറിങ് വരും. ഓ ഇനി സാറ് വന്നിട്ട് ഉപദേശം ഉണ്ടാവോ? ഹേയ് അങ്ങനെയൊന്നും ഇല്ലടാ, സാറ് അങ്ങനെ വല്ലതൊക്കെ സംസാരിക്കുന്നുള്ളൂ. ആളൊരു ശുദ്ധനാ. അത് ചേട്ടനി, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യൂന്ന് പറയാറില്ലേ, അതേപോലെ എനിക്ക് സാറ്. ആള് വരട്ടെ, ഉപദേശം തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് രക്ഷപ്പെടുത്തി വിട്ടാ മതിട്ടാ. എടാ സുരേഷേ, എടാ മിഷനൊക്കെ എടുത്ത് വെക്കടാപ്പാ. ഇന്ന് തന്നെ കൊടുത്തില്ലെങ്കിൽ 2 ദിവസത്തെ വാടക കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നീ ആ കടയിലേക്ക് പോയിക്കോ, ഞാനങ്ങോട്ട് വന്നേക്കാം ഏട്ടാ. എടാ ഇതൊക്കെ ഒന്ന് മര്യാദക്ക് മടക്കി വെക്കണ പോകത്തെ. വിൻസെന്റ്, അപ്പൊ വളരെ ഉപകാരമുണ്ട് കേട്ടാ. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ വന്ന് പോത്തിന് വാങ്ങിച്ചോളാം. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വന്ന് ഈ ദിവാകർ സാറിനെ കണ്ടാ മതി. ആള് നല്ല മനസ്സുള്ള ഒരാളാ. അതങ്ങനെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു. എന്റെ പൊന്നോ, ആ ജോർജ് സാറല്ലേ വരുന്നത്? ഞാൻ ചെയ്തില്ല അങ്ങോട്ട് പോണേ. എടാ നീ ഇങ്ങനെ ആയാലോ? അയാള് പറയാനുള്ളത് പറഞ്ഞ് അയാളുടെ പാട്ടിന് പൊക്കോളും. പാട്ടിനല്ല, അയാള് നമുക്കടുത്തെത്തി സംസാരിച്ചു തുടങ്ങിയാലുണ്ടല്ല, ഗാനമേളയും കഥാപ്രസംഗം ഒക്കെ നടത്തിയിട്ടേ പോവുള്ളൂ. പിന്നെ നമ്മുടെ ഉള്ള മനസ്സമാധാനം കൂടി പോകും. നമുക്ക് പിന്നെ കാണാം. നിക്കടാ അവിടെ. ചേടാ ഇവന്റെ ഒരു കാര്യം. എടാ വിൻസെന്റ്, ഇത് എവിടെ പോയതാ? ഓ ഞാൻ ആ ജോസഫിന്റെ കൂടെ ഈ ബ്ലോക്ക് ഓഫീസർ വന്നതാ. ഓ ഇലക്ട്രിക് ഷോപ്പില് സെയിൽസ്മാൻ ആയിട്ട് പോണേ? അതന്നെയാണ്. അല്ല, അവനെന്ത് ഇവിടെ ബ്ലോക്ക് ഓഫീസില്? എന്റെ ഒരു പരിചയക്കാരൻ ഇവിടെ ഉണ്ടേ. അപ്പൊ അവൻ വഴിയായിട്ട് 2 പോത്തിനെ എടുത്ത് വളർത്തേണ്ട കാര്യത്തെ പറ്റി സംസാരിക്കാനാ. ചേട്ടൻ വാ. ഓ അപ്പോ അവൻ ഇലക്ട്രിക് ഷോപ്പ് വിട്ട് പോത്തിനെ വളർത്താൻ പോവാ? ഈ വിറ്റകൾക്കൊക്കെ എന്താ പറ്റിയെന്നാ? അല്ല അതിനെ തന്നെ ചേട്ടൻ ചിരിക്കുന്നത്? അല്ല, ഇവനെ പോലുള്ളവര് കുറെ ഉണ്ട്. അവനവന്റെ ശരിയായ പ്രവർത്തന മേഖല തിരിച്ചറിയാതെ തലങ്ങും വിലങ്ങും ഓടി ജീവിതം തീർക്കുന്നവര്. ഇവരൊക്കെ ശരിയായ വഴി കണ്ടെത്തി ജീവിച്ചിരുന്നെങ്കിലേ ഒരു കുഴപ്പമുണ്ടാവില്ല. എന്റെ സാറേ, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. നമുക്ക് വേറൊരു ദിവസം സംസാരിക്കാം. അങ്ങനെ അങ്ങ് പോലെടാ. ചേട്ടാ, വളരെ സ്നേഹത്തോടെ ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ നാട്ടിലെ ഓരോരുത്തരുടെയും വിവരങ്ങൾ അന്വേഷിക്കുകയും ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്താൽ മതി. ഒന്നും ചെയ്യാതിരുന്നാലും സുഭിക്ഷമായി ജീവിക്കാനുള്ള വക ചേട്ടന്റെ അപ്പൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, അങ്ങനെയുള്ളവര് നമ്മുടെ നാട്ടിൽ 1-2 പേരേ ഉള്ളൂ എന്ന് കരുതി നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സമാധാനം കളയരുത്. ആരോട് സംസാരിച്ചാലും അവരുടെ കുറ്റമല്ലാതെ നല്ലത് വല്ലതും ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ അത്രയും വലിയ ജോലിയും നിങ്ങളുടെ അപ്പനുണ്ടാക്കിയ അത്ര വലിയ സമ്പാദ്യമൊന്നും മറ്റുള്ളവർക്കുണ്ടാവില്ല. പക്ഷേ അവർക്കുള്ളൊന്നും നിങ്ങൾക്കില്ല. എന്താ അത്? മനുഷ്യത്വം. എന്റെ സാറേ, എല്ലാം ശരിയാകും, അല്ലെങ്കിൽ എല്ലാം നല്ലതിനാ എന്ന് നിങ്ങൾ ആരോടെങ്കിലും മനസ്സിൽ തട്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് നൽകുന്ന ആശ്വാസം എത്രമാത്രമാണെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം അത് നിങ്ങൾ അനുഭവിക്കണം. അപ്പോ ഈ നിങ്ങൾ മനുഷ്യത്വമുള്ള ആളായി മാറും. പിന്നെ ഒരു കാര്യം, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞ് മനസ്സിനെ കുത്തിപ്പറിച്ച് വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് കുറയും. അത് സാറ് സഹിച്ചേ മതിയാവും. മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ നല്ലത് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. എല്ലാവരുടെയും മുമ്പിൽ കോമാളിയാവാതെ നന്നാവാൻ നോക്കുക. അപ്പൊ ശരി. അവരെ കുറ്റപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. 1 തീമോത്തി 1-ാം-അധ്യായം 5-ാം വാക്യം. എന്റെ ജോസഫേ, ഈ സെയിൽസ്മാൻ എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ഒരു ജോലിയാണോ? ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പട്ടിയുടെ അവസ്ഥ. അതിനകത്ത് കിടന്ന് എത്ര വർഷമായി ജോലി ചെയ്യുന്നു? 25.
എടാ, നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തിരുന്നെങ്കിലേ നിനക്കൊരു സർക്കാർ ജോലി ഉറപ്പല്ലേ? എങ്കിൽ നിന്റെ ജീവിതം ഇന്ന് എന്തായിരിക്കും? ഇതിപ്പോ ടോട്ടൽ ലൈഫ് വേസ്റ്റ് ആയില്ലേ? തുച്ഛമായ ശമ്പളത്തിന് കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പട്ടി. അങ്ങനെ എനിക്ക് തന്നെ കാണാൻ പറ്റൂ. ബോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു. അവസരോചിതമല്ല അവന്റെ വാക്ക്. പ്രഭാഷകൻ 20-ാം അധ്യായം 20-ാം വാക്യം. പക്ഷേ അവർക്കുള്ളൊന്നും നിങ്ങൾക്കില്ല. എന്താ അത്? മനുഷ്യത്വം. എന്റെ ജോസഫേ, ഒരു ജോലിയിലൊക്കെ എന്തിരിക്കുന്നു? ഓരോ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. ഈ 25 വർഷം കടയിൽ ക്ഷമയോടെ ജോലി ചെയ്ത് നിന്നെ സമ്മതിക്കണം. എടാ, ശ്രമിച്ചാൽ കാലക്രമേണ ഒരു ഇലക്ട്രിക് ഷോപ്പ് തന്നെ തുടങ്ങാൻ പറ്റില്ലെന്ന് ആര് കണ്ടു? ഉത്സാഹിച്ച അതല്ല, അതിനപ്പുറത്ത് ചെയ്യാൻ നിനക്ക് സാധിക്കും. നീ നന്നാവൂടാ. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 24-ാം വാക്യം. നിനക്ക് നല്ലതേ ഉള്ളൂ. ഇന്നലത്തെ ആളല്ല നീ. ദേ, നീ എന്നെ നോക്കി. ഇപ്പോഴും അങ്ങനെ ഒരു അവശത തോന്നുന്നുണ്ടോ? ഈ വിദ്യാഭ്യാസമുള്ള എൻ്റെ 1 മാസത്തെ സാലറി എത്രയാണെന്ന് നിനക്കറിയോ? നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത നിന്റെ കാര്യമാണ്. അതൊക്കെ ഞങ്ങളുടെ അപ്പൻ. ഞങ്ങൾ 3 ആമക്കൾക്ക് വേണ്ടിയും സമ്പാദിച്ചു, ആവശ്യത്തിലധികം സമ്പാദിച്ചു. നിന്റെ ജോലിക്ക് ഒരു ദിവസം ചുരുങ്ങിയത് 3 കോഴിമുട്ടയും 2 ഗ്ലാസ് പാലും കുടിക്കണം. അത് കഴിക്കുന്നതേ മറ്റാഹാരം കൂടാതെയുള്ള കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത്? എന്തേ? ആരോട് സംസാരിച്ചാലും അവരുടെ കുറ്റമല്ലാതെ നല്ലത് വല്ലതും ഇന്നേ വരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഓ, ഇന്നലെ വൈകി ഒരുപാട് ജോലി ഉണ്ടായിരിക്കും. അല്ലേ തന്നെ കഷ്ടപ്പാട് നിറഞ്ഞ ജോലിയല്ലേ. അവൻ വരട്ടെ. അല്ല, നീ ഇന്നൊന്നും കഴിച്ചില്ലേ? അത് ഇല്ലേ സാർ. ദേ, കഴിച്ചിട്ടില്ലെങ്കിൽ ട്രേസിയോട് പറഞ്ഞ് അകത്ത് പോയി എന്തെങ്കിലും കഴിക്കും. എടാ, നമ്മുടെയൊക്കെ പ്രായത്തിൽ കുറച്ചെങ്കിൽ കുറച്ച് അത് കൃത്യമായിട്ട് കഴിക്കണം. അല്ല സാറേ, എൻ്റെ അപ്പനും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. ഓ, അത് നല്ല കാര്യം. അപ്പൊ 2 പേർക്കും കൂടെ കഴിക്കാലോ. എല്ലാം ഭംഗിയായിട്ട് നടക്കും. നീ പുഞ്ചിരിക്കല്ല, നിനക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റും. എന്ന് നീ ഇങ്ങനെ ദുഃഖിച്ചിരിക്കാൻ പോവാ? എടാ, മക്കളുടെ ഒരാളുടെ അല്ല, 3 പേരുടെയും കല്യാണം ഭംഗിയായിട്ട് നടക്കും. നീ സമാധാനമായിട്ടിരിക്കടാ. അതൊന്നും സാരമില്ലടാ. നിന്റെ സൗകര്യം പോലെ ചെയ്താൽ മതി. അല്ല, നീ വല്ലതും കഴിച്ചോ? ഞാൻ ആ ജംഗ്ഷനിൽ ഒരു കാലിച്ചായ. എടാ, ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴേ നല്ല ആരോഗ്യം വേണം. അതിന് നല്ല ഭക്ഷണം കഴിക്കണം. പീറ്ററെ, ദേ, ഇവനെ വിളിച്ചോണ്ട് പോയിട്ടേ അകത്ത് പോയി നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പണി ചെയ്താൽ മതി. സൂക്ഷിക്കണോട്ടോ. ഓ, എന്റെ പൊന്നു സാറേ, ഞാൻ ഇതേപോലെ എന്തോരം സ്ഥലത്ത് മരം വെട്ടാൻ വേണ്ടി പോയേക്കുന്നു. ഇതുവരെ എന്നോട് ആരും ഇതുപോലെ സ്നേഹത്തോടെ ഭക്ഷണം കഴിച്ചോ
സൂക്ഷിക്കണേ, ചായ കുടിച്ചോന്നൊന്നും ചോദിച്ചിട്ടില്ല. ആൻഡോ, ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മനുഷ്യരെല്ലാം തുല്യരാണ്. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. ആ നീ ചെല്ലേ, അകത്ത് പോയി രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ട് പോയി ജോലി ചെയ്യുന്നു. ഞാനേ കവല വരെ ഒന്ന് പോയിട്ട് വരാം. ശരി സാറേ. എന്റെ സാറേ, സാറിത് എന്തു പറ്റി? എത്രയോ സ്ഥലത്ത് ഞാൻ പണിക്ക് പോയേക്കണ്, പക്ഷേ ഇത്രയും സന്തോഷത്തോടെ ഒരു സ്ഥലത്തു നിന്നും ഞാൻ പോന്നിട്ടില്ല. സാറിന്റെ സംസാരം കേട്ട് സമയം പോയത് പോലും ഞാൻ അറിഞ്ഞില്ല. എന്റെ മനസ്സും നിറഞ്ഞു, ഭക്ഷണം തന്നപ്പോ എന്റെ വയറും നിറഞ്ഞു. സന്തോഷമുണ്ട് സാറേ. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ സാറേ. വരട്ടെ. എന്താണ്? അല്ല സാറിനി എന്നും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോവാ. എന്റെ സാറേ, എല്ലാം ശരിയാകും, അല്ലെങ്കിൽ എല്ലാം നല്ലതിനാ എന്ന് നിങ്ങൾ ആരോടെങ്കിലും മനസ്സ് തട്ടി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് നൽകുന്ന ആശ്വാസം എത്രമാത്രമാണെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം അത് നിങ്ങൾ അനുഭവിക്കണം. അപ്പോ ഈ നിങ്ങൾ മനുഷ്യത്വമുള്ള ആളായി മാറും. സാറേ, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. 1 പത്രോസ് 3:10 ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും.